അപ്പോൾ നാരായണ ഗുരു പറഞ്ഞു, ഞാനേ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ആശാനെ ഈ അഭ്യാസമൊന്നും വേണ്ട, ഉള്ള സത്യം പറഞ്ഞതാ. മെച്യൂരിറ്റി എത്തിയവർക്ക് ആത്മോപദേശ ശതകം എന്ന പുസ്തകം എഴുതി. അത് ഒരു അപാര സൃഷ്ടിയാണ്. പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതെ അമർന്നിടേണം. സത്യം കാണണം എന്ന് ആഗ്രഹിക്കുന്നവന് തയ്യാറെടുപ്പിനുള്ള ഗുരു പറയുന്നതാണ്. പാലി പിടിച്ചവൻ ചൂല് പോലെ എന്ന് പറയും. ഇത് സത്യത്തിൽ ഇതൊന്നും അല്ലല്ലോ. അല്ല. ഇങ്ങനെയാണ് നമ്മൾ പൗരാണിക കൃതികൾ വായിക്കേണ്ടത്. ആയുർവേദത്തിലേക്കും വരിക എന്നുള്ളതാണോ അതിന്റെ ഒരു കറക്റ്റ് വേ? അങ്ങനെ രണ്ടും അങ്ങനെ ഉറപ്പിക്കുകയൊന്നും വേണ്ട. ശാശ്വതമായ പരിഹാരം അവനവന്റെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടതാണ്. ഇമ്മ്യൂണിറ്റി എന്നൊരു കാര്യമുണ്ട്, പ്രതിരോധ ശക്തി. ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വേണമല്ലോ. ഇത് പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഏത് ശാസ്ത്രം രക്ഷിക്കും? ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, ഏതാ രക്ഷിക്കുക? ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് വെയിറ്റ് ലോസ് ഇഞ്ചക്ഷനുകളാണ്. പല പേരുകളിലുള്ള, ഇപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നു, ഗ്രാജുവലി നമ്മുടെ വെയിറ്റ് കുറയുന്നു. ഇത് ശരിക്കും നല്ലൊരു രീതി തന്നെയാണ്. ഇപ്പൊ ഡോക്ടർമാര് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രകൃതിയിൽ നിന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് നോക്കിയാൽ ഇത് നല്ല കാര്യമാണോ? എനിക്കതിനെ യെസ് എന്നും നോ എന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഇനി അതിൽ സുഖം കണ്ടെത്തുന്ന ഒരാളിൻ്റെ സുഖം ഞാനായിട്ട് പറഞ്ഞ് എന്തിനാ ഇല്ലാതാക്കുന്നത്? നാരായണ ഗുരു പറഞ്ഞിട്ടില്ലേ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരയണം. ഞാൻ എൻ്റെ സുഖം വ്യക്തികേന്ദ്രീകൃതമായി കണ്ടെത്തി ആസ്വദിക്കുന്നു. ആ ആശയം മറ്റൊരാളിന് ദുഃഖമായി വരികയാണെങ്കിൽ വൈ ഷുഡ് ഐ ഗീവ് ദാറ്റ്? അപ്പോൾ അത് വേണ്ട. പിന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ഈ പ്രകൃതവും വികൃതവും എന്ന് പറയും. പ്രകൃതം എന്ന് പറഞ്ഞാൽ പ്രാണന്റെ കൃത്യമായ ചലനത്തെയാണ് പ്രകൃതം എന്ന് പറയുന്നത്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ജീവശക്തി, അതാണ് പ്രകൃതം. എന്നാൽ ആ ജീവശക്തിയെ, പ്രാണനെ തെറ്റായിട്ട് ഉപയോഗിച്ചാൽ അത് വികൃതം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ പ്രപഞ്ച നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്നതിനെ പ്രകൃതമെന്നും, അല്ലെങ്കിൽ പ്രകൃതിയുമായി ചേർന്നെന്നും, പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുമ്പോൾ ശരീരം വികൃതമാകും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരീരത്തിൽ എന്തുകൊണ്ട് കൊഴുപ്പടിഞ്ഞു കൂടി, ഭാരം കൂടി? അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാകും. ആ കാരണത്തെ കണ്ടെത്തി അതിനെ വേണ്ട വിധം സമീപിക്കുക എന്നുള്ളതാണ് ശാസ്ത്രീയമായ മാർഗം, അല്ലെങ്കിൽ യുക്തിഭദ്രമായ മാർഗം. അതല്ലാതെ ഷോർട്ട് കട്ട്സ് എന്ന് പറയുമ്പോൾ അതിന് പരിമിതികളുണ്ട്. എന്നാൽ അമിതമായ വണ്ണം അയാൾക്ക് വ്യായാമം ചെയ്യാനോ ഫാസ്റ്റ് ചെയ്യാനോ കഴിയുന്നില്ല. അപ്പോൾ ഔഷധം ഒരു സഹായിയായി ചെന്നാൽ അതിൽ ദോഷമൊന്നുമില്ല. പക്ഷെ അത് ഔഷധത്തിൻ്റെ പ്രത്യേകത, ഔഷധം എപ്പോഴും 5ാം ബലമായാണ് പൗരാണിക ശാസ്ത്രം കണ്ടിരിക്കുന്നത്. പഞ്ചബലങ്ങൾ, അന്നബലം, ആസനബലം, പ്രാണബലം, മനോബലം, ഈ 4 ബലങ്ങളാണ് നമുക്ക് യഥാർത്ഥത്തിൽ പ്രകൃതിയുമായി സമരസപ്പെട്ടു പോകാനുള്ള ഉപാധികൾ. അതിനെ സഹായിക്കാൻ വേണ്ടിയാണ് താൽക്കാലികമായി ഔഷധബലം നാം സ്വീകരിക്കുന്നത്. മനസ്സിലാവും? ഇപ്പോൾ ഒരാളിന് പെട്ടെന്ന് BP കൂടി, അയാളോട് നീ പ്രാണായാമം ചെയ്യണം, ആസനം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യമില്ല. ഹി നീഡ്സ് എമർജൻസി സപ്പോർട്ട്. അപ്പോൾ പെട്ടെന്ന് ഔഷധം കൊടുത്തിട്ട് അവനെ BP നോർമലാക്കണം. അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ്, അല്ലെങ്കിൽ സ്ട്രോക്കോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. അങ്ങനെ നോർമലാക്കിയിട്ട് പിന്നെ വെരിഫൈ ചെയ്യണം, എന്തുകൊണ്ട് BP ഷൂട്ടപ്പ് ആയി എന്ന് കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് മൗലികമായ കാരണം കണ്ടെത്തിയിട്ട് പ്രകൃതിദത്തമായ രീതിയിൽ അന്നം കൊണ്ടോ, ഫാസ്റ്റിംഗ് കൊണ്ടോ, ആസനം കൊണ്ടോ, വ്യായാമം കൊണ്ടോ, പ്രാണായാമം കൊണ്ടോ മനസ്സിനെ നിയന്ത്രിച്ചോ ആ ബ്ലഡ് പ്രഷറിനെ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അതുവരെ ഔഷധമാണ് അവന് സഹായം. അപ്പോൾ ഔഷധങ്ങൾ എപ്പോഴും താൽക്കാലികമാണ്, അത് അവസരോചിതമായി ഉപയോഗിക്കണം. അതുകൊണ്ട് ഔഷധം വേണ്ട എന്നെനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അമിതമായാൽ അമൃതും വിഷം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ ഒരു എപ്പോഴും ഉള്ളൊരു ഹീറ്റഡ് ടോപ്പിക്കാണ്, ആയുർവേദമാണോ, അലോപ്പതി ആണോ, ഹോമിയോ ആണോ, ഇതൊക്കെ ഏതാണ് നല്ലത്, ഞങ്ങളാണ് ബെറ്റർ എന്ന് ഇതിലെ ഓരോ പ്രാവീണ്യം ലഭിച്ച ഡോക്ടേഴ്സും അവകാശവാദം ഉന്നയിക്കാറുമുണ്ട്. ശരിക്കും ഗുരുജിയുടെ അഭിപ്രായത്തിൽ ഇതിൽ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാനുണ്ടോ? ഇല്ല. നാരായണ ഗുരുവേ
ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. ഉം. ആള് ഭയങ്കര തമാശക്കാരനുമായിരുന്നു, തന്ത്രശാലിയുമായിരുന്നു. കേട്ടിട്ടില്ലേ ഈ അരുവിപ്പുറത്ത് മറ്റേ ശിവപ്രദക്ഷിണ നടത്തി? ഉം. അരുവിപ്പുറത്ത് ശിവപ്രദക്ഷിണല്ലോ, ഇതല്ലേ നടത്തിയത്, കണ്ണാടിയല്ലേ? അപ്പൊ ഏതോ ഒരു അമ്പലത്തില് ആ. ഒരു സ്ഥലത്ത് ഒരു ശിവപ്രദക്ഷിണ നടത്തി. ആ. അപ്പൊ അന്നത്തെ ബ്രാഹ്മണന്മാരെല്ലാവരും കൂടി ആശാന്റെ എതിരെ ചെന്നു. ഇത് ശരിയല്ല, ബ്രാഹ്മണന്മാർക്കാണ് പ്രദക്ഷിണ നടത്താനുള്ള അവകാശം. അറിയാം. അപ്പോൾ എപ്പോഴും ഇതുപോലെ തർക്കം, ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയവൻ. അതെ, അതെ. അപ്പൊ നാരായണ ഗുരു പറഞ്ഞു, ഞാനേ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. പ്രശ്നം തീർന്നില്ലേ? ഇതുപോലെ തന്ത്രങ്ങൾ അദ്ദേഹം ഒരുപാട് ഉപയോഗിച്ചിരുന്നു. ഉം. അപ്പോൾ ഭയങ്കര ഭക്തി, അന്ധമായ ഭക്തിയുള്ളവരാണ് കൂടുതലും. അപ്പോൾ ചിലർ ചെന്ന് പറയും, എനിക്ക് സുബ്രഹ്മണ്യനെ വേണം, എനിക്കതാണ് എൻ്റെ മൂർത്തി. ഇവിടെ ഈ സുബ്രഹ്മണ്യനൊക്കെ ഒരു കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവൻ പറയും സ്വാമിക്ക് വിവരമില്ലെന്ന് പറഞ്ഞു വേറെ എവിടെയെങ്കിലും വീണ്ടും ഏതെങ്കിലും ചെന്ന് മറ്റ് മണ്ടത്തരങ്ങൾ കാണിക്കും. അതുകൊണ്ട് ഇവനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി സുബ്രഹ്മണ്യ സഭ, നീ ഇത് കൊണ്ടുപോയി ജപിച്ചോ. ശിവനെ ചോദിച്ചു ശിവാഷ്ടകം, കാളിയെ ചോദിച്ചോ ഭദ്രകാളി സ്തവം, ഇങ്ങനെ എല്ലാം എഴുതി കൊടുക്കും. പക്ഷേ ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ പോലുള്ള ബുദ്ധിരാക്ഷസന്മാരുണ്ടായിരുന്നു. ഇവർ സ്വാമിയെടുത്ത് എന്ന് പറയും, ആശാനെ ഈ അഭ്യാസമൊന്നും വേണ്ട, ഉള്ള സത്യം പറഞ്ഞതാ എന്ന് പറയുമ്പോൾ, അങ്ങനെ ശരിക്കും ബുദ്ധി ഉറച്ച കൃത്യമായിട്ടുള്ള ഒരു മെച്യൂരിറ്റി എത്തിയവർക്ക് ആത്മോപദേശ ശതകം എന്ന പുസ്തകം എഴുതി. അത് ഒരു അപാര സൃഷ്ടിയാണ്. എന്ന് പറഞ്ഞാൽ വേദങ്ങൾ മുഴുവൻ അതിനകത്തുണ്ട്, മോഡേൺ സയൻസിൻ്റെ മുഴുവൻ കൺസെപ്റ്റ് അതിനകത്തുണ്ട്, ഏറ്റവും നല്ല പ്രായോഗിക വേദാന്തവും അതിനകത്തുണ്ട്. ഭയങ്കര രസമാണ് അത് വായിച്ചാൽ. അതിൽ ഗുരു ഒരു വരി എഴുതുന്നുണ്ട്, പലവിധ സാരമല്ല, പല മത സാരവുമേകമെന്ന് പാരാത് ഉലകിൽ ആനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതെ അമർന്നിടേണം. സത്യം കാണണം എന്ന് ആഗ്രഹിക്കുന്നവന് തയ്യാറെടുപ്പിനുള്ള ഗുരു പറയുന്നതാണ്. പല മത സാരം, പല അഭിപ്രായങ്ങളുടെയും എസൻസ് ഏകം ഒന്നാണെന്ന്. പല മത സാരവും ഏകമെന്ന് അറിയാതെ പാരാതെ ആനയിൽ അന്ധരെന്ന പോലെ. ഈ കുരുടന്മാർ ആനയെ കണ്ട കഥ കേട്ടിട്ടില്ലേ? 4 കുരുടന്മാർ ആനയെ കാണാൻ പോയി. എന്നിട്ട് ഒരാൾ ചെന്ന് വയറിൽ തപ്പി നോക്കി, ആന മുറം പോലെയാണ് ഇരിക്കുന്നത്, അല്ല ചുവര് പോലെയാണ് ഇരിക്കുന്നത്. ചെവി പിടിച്ചവൻ പറഞ്ഞു മുറം പോലെയാണ് ഇരിക്കുന്നത്, തൂണി പിടിച്ചവൻ പറഞ്ഞ് തൂണ് പോലെയാണ് ഇരിക്കുന്നത്, കാലി പിടിച്ചവൻ, വാലി പിടിച്ചവൻ ചൂല് പോലെയെന്ന് പറഞ്ഞു. ഇത് സത്യത്തിൽ ആന ഇതൊന്നും അല്ലല്ലോ. എന്നാൽ ഇവർ പണ്ഡിതന്മാരാണെന്ന് സ്വയം ധരിക്കുന്നു. അപ്പോൾ ഇവരവരെ കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെയാണ് ഗുരു ആ തന്ത്രം പ്രയോഗിച്ചിരിക്കുന്നത്. പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ, യുക്തിപൂർവം വാദിക്കുന്നവരെ നമ്മൾ എന്താ വിളിക്കുന്നത്? യുക്തിവാദി എന്ന്. പണ്ഡിതനല്ലേ അവൻ? അല്ലെ, പല നല്ല യുക്തിപൂർവം വാദിച്ച് സ്ഥാപിച്ച പണ്ഡിതൻ എന്നല്ലേ പറയുന്നു. ഗുരു അവിടെ എന്താ വിളിച്ചേ? പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ വിഡ്ഢി എന്നാ വിളിച്ചത്. യുക്തിപൂർവം ഇങ്ങനെ സംസാരിക്കുന്നവനെ ഗുരു ആത്മീയ ഭാഷയിൽ വിഡ്ഢി എന്നാ വിളിച്ചത്. ഇത് ഇങ്ങനെയാണ് നമ്മൾ പൗരാണിക കൃതികൾ വായിക്കേണ്ടത്. ഒരു ഈഗോ മാറ്റി വെച്ചിട്ട് നമ്മളത് വായിച്ചാൽ പതുക്കെ അതിന് ആ വരികൾക്കിടയിലൂടി സത്യം തെളിഞ്ഞു വരും. അപ്പോൾ ഇവിടെ ആയുർവേദമാണ്, അലോപ്പതിയാണ്, അതാണ് ഇതാണ് ശരി എന്നൊക്കെ ഈ വാദിക്കുന്നതൊക്കെ ഈ അന്ധന്മാർ ആനയെ കണ്ടതുപോലെയാണ്. അവരിങ്ങനെ പലവിധ യുക്തി പറഞ്ഞ് ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടിരിക്കും. ആനയെ മുഴുവനായി കണ്ടവൻ അതിൻ്റെ പുറത്തിരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യും. അതിനെന്ത് വേണം? കോംപ്രിഹെൻസീവ് നോളജ് അത് നമ്മൾ ഗെയിൻ ചെയ്യണം. അതേ ഇതിനൊക്കെ മറുപടിയുള്ളൂ. അതുകൊണ്ടാണ് ഈ അനുഭവം ഉറച്ചവൻ ഈ വാദങ്ങൾക്ക് വലുതായിട്ട് പോകാത്തത്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്താൻ അലോപ്പതിയിലേക്കും അതിനുശേഷം ശാശ്വതമായൊരു പരിഹാരത്തിനായിട്ട് ആയുർവേദത്തിലേക്കും വരിക എന്നുള്ളതാണോ അതിന്റെ ഒരു കറക്റ്റ് വേ? അങ്ങനെ രണ്ടും അങ്ങനെ ഉറപ്പിക്കുകയൊന്നും വേണ്ട. ശാശ്വതമായ പരിഹാരം അവനവന്റെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടതാണ്. അത് അലോപ്പതിയും ആയുർവേദവും ഒന്നും തരത്തൊന്നുമില്ല. ഇതെല്ലാം ബാഹ്യമായ സഹായങ്ങൾ മാത്രമാണ്. അതായത് ഒരു വാഴ അത് ഉറച്ചു നിൽക്കുന്നത് അതിൻ്റെ വേരിലാണ്. അത് നമുക്ക് വാഴ കുലയ്ക്കുമ്പോൾ നല്ലൊരു പഴം കിട്ടും. പക്ഷേ അതിനെ കാറ്റത്ത് ഒടിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ഊന്നുകൾ കൊടുക്കാം, ഇല്ലേ? പക്ഷേ ഊന്നുകൾ ആരും കുല തരില്ലല്ലോ. വാഴയ്ക്ക് സഹായമാണ് ഊന്നുകൾ. അതുപോലെയാണ് ഇത് ഈ ചികിത്സാ സംവിധാനങ്ങൾ. അത് ആയുർവേദമായാലും അലോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും നാച്ചുറോപ്പതി ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതൊക്കെ കോംപ്ലിമെന്റിങ് ദ ഹ്യൂമൻ, മനുഷ്യനെ
സഹായിക്കുക ചെയ്യുന്നത്. പക്ഷേ ശാശ്വതമായ പരിഹാരം മനുഷ്യൻ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ഇനി തിരിച്ചങ്ങോട്ടൊരു ചോദ്യം, ഇമ്മ്യൂണിറ്റി എന്നൊരു കാര്യമുണ്ട്, പ്രതിരോധ ശക്തി. ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വേണമല്ലോ. ഇത് പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഏത് ശാസ്ത്രം രക്ഷിക്കും? ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, ഏതാ രക്ഷിക്കുക? സോ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്, സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിലെ പ്രതിരോധ ശേഷിയാണ്. അത് തളരുമ്പോഴാണ് നമുക്ക് അസുഖം, രോഗമുണ്ടാകുന്നത്. അതിനെ പ്രതിരോധ ശേഷിയെ ഉണർത്താനുള്ള ബാഹ്യ ഉപാധികളാണ് ഈ എല്ലാ ശാസ്ത്രശാഖകളും. അപ്പം നമുക്ക് ശാശ്വതമായ പരിഹാരം വേണമെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി, പ്രാണശക്തിയെ വളർത്തണം. യഥാ പ്രാണ തഥാ മന. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങൾ. അപ്പോൾ അറിവാണ് ശക്തി. അത് ആന്തരികമായ ശക്തിയാക്കി വളർത്തിയെടുക്കുക. അങ്ങനെ വരുമ്പോൾ ബാഹ്യ ഉപാധികളെ യുക്തിപൂർവ്വം നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ അടിമയായി മാറും, ഉപാധികൾ നിങ്ങളെ ഭരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ യജമാനനായി ഉപാധികളെ ഉപയോഗിക്കും. ഏത് വേണമെന്ന് വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ.